ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 23. ഞാൻ തന്നെ സത്യം. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് മാത്രമല്ല, സത്യം ജഡം ധരിച്ചവനാണ് യേശുക്രിസ്തുവെന്ന് 1 യോഹന്നാൻ 5:20 കാണുന്നു. യേശുവിനോടുള്ള നമ്മുടെ ബന്ധം സത്യത്തോടുള്ള ബന്ധമാണ്. ദൈവസത്തയുടെ മുഴുവൻ സത്യവും യേശുക്രിസ്തുവാണ്. അതുപോലെ ഞാൻ തന്നെ ജീവൻ. വഴിയില്ലാതെ യാത്രയില്ല, സത്യമില്ലാതെ അറിവില്ല, ജീവനില്ലാതെ ജീവിതവുമില്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് ക്രിസ്തു പറയുന്നു. വഴിയുടെ ലക്ഷ്യം പിതാവിൻ്റെ അടുക്കൽ എത്തുക എന്നതാണ്. ഞാൻ മുഖാന്തരം എന്ന് കർത്താവ് പറയുമ്പോൾ താൻ സ്ഥാപിച്ച വീണ്ടെടുപ്പ് വേലയുടെ എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുത്തിയാണ് താൻ പറയുന്നത്. അതായത് മനുഷ്യാവതാരം, ലോകജീവിതം, പ്രായശ്ചിത്ത ബലി, പുനരുത്ഥാനം, സ്വർഗാരോഹണം ആദിയായവ. യേശുക്രിസ്തു അനേക വഴികളിലൊന്നല്ല, അവൻ ഏക വഴിയാണ്. യേശുക്രിസ്തു ഏക വഴിയാണെന്ന് ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ചതുമല്ല, അത് താൻ തന്നെ അവകാശപ്പെട്ടതാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നത്. യേശുക്രിസ്തു ജീവനാണ്. അവൻ നിത്യജീവൻ്റെ ഉറവിടമാണ്. യേശുവിനെ കൈക്കൊള്ളുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. നാം യേശുക്രിസ്തുവിലാകുമ്പോൾ നാം ജീവനുള്ള കല്ലുകളായി തീരുന്നുവെന്ന് 1 പത്രോസ് 2:4-5 വാക്യങ്ങളിൽ പറയുന്നു. കൂടാതെ മറ്റ് 6 അവകാശവാദങ്ങൾ കൂടി നാം പഠിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ക്രിസ്തുവിൻ്റെ ദൈവികത്വം എത്രമാത്രം നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കൂടി കാണാൻ കഴിയും. 6-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 40 വരെ വായിക്കുമ്പോൾ അവിടെ ആദ്യത്തെ അവകാശവാദമാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് കർത്താവിൻ്റെ അവകാശവാദങ്ങളിൽ ആദ്യത്തെ വാക്യം. കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യും എന്ന് യേശുവിനോട് അപ്പം തിന്ന് തൃപ്തരായവർ അന്ന് ചോദിച്ചു. മശിഹയാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, പ്രവൃത്തിയിൽ കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. ഒരു നേരം ആഹാരം തന്നത് വലിയ കാര്യമായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മോശെ ആഹാരം കൊടുത്തത് ഒരു നേരമല്ല, 40 വർഷമായിരുന്നു. മശിഹ വരുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ഒരു വലിയ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ് അതിനേക്കാൾ കൂടിയ നിലയിൽ നീ ഒരു അത്ഭുതം ആകാശത്തു നിന്നും കാണിച്ചു തരണമെന്ന് ഇവർ പറയുന്നത്. മോശയല്ല, മോശെ മുഖാന്തരം ദൈവമാണ് അവർക്ക് മന്ന കൊടുത്തതെന്ന ആമുഖത്തോടെ നശിച്ചു പോകുന്ന ആഹാരമാകുന്ന മന്ന സ്വർഗത്തു നിന്നുള്ള അപ്പമല്ല, അതിൻ്റെ നിഴൽ മാത്രമാണെന്ന് യേശു പറയുന്നു. ദൈവത്തിൻ്റെ അപ്പം ദൈവം നേരിട്ട് കൊടുക്കുന്നതാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്ന അപ്പം ഞാൻ തന്നെയാണ് എന്ന് കർത്താവ് പറഞ്ഞത് അവർക്ക് മനസ്സിലാക്കാനായിരുന്നില്ല. മന്ന ഇസ്രയേൽ ജനത്തിന് മാത്രമുള്ളതായിരുന്നു. അത് ഭക്ഷിച്ചവർക്ക് പോഷണം നൽകിയെന്നല്ലാതെ നിത്യജീവൻ നൽകിയില്ല. എന്നാൽ ഈ അപ്പം ലോകത്തിന് പൊതുവെ ഉള്ളതും അത് ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നതുമാണ്. ഇത് കേട്ടപ്പോൾ ശമര്യക്കാരിയെപ്പോലെ ഇവരും ആ അപ്പത്തിനായി യാചിക്കുന്നു. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് യേശുക്രിസ്തുവിൻ്റെ അവകാശവാദം കേട്ടപ്പോൾ അവർ ആ അപ്പം ആവശ്യപ്പെട്ടു. യേശു താൻ തന്നെ അവർക്കായി ഭക്ഷണമായി തീരുക എന്ന് പറഞ്ഞാൽ അവരുടെ സകല ആത്മീക ദാഹവും വിശപ്പും തീരുവാൻ അവർ യേശുവിനെ തങ്ങളുടേതായി സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് കർത്താവ് പറഞ്ഞത് അവർക്ക് ശരിയായി മനസ്സിലായില്ല. ഇന്നും സ്ഥിതി അതുതന്നെയാണ്. എന്നാൽ അവനെ സ്വീകരിക്കുന്നവരെ പിന്നെ ഒരു നാളും കർത്താവ് തള്ളിക്കളയയില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്നുള്ളത് വെളിപ്പെടാൻ പോകുന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ നാളിനാകയാൽ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കർത്താവ് ആ വാക്കവിടെ ഉപസംഹരിക്കുന്നു. തുടർന്ന് 8-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിലാണ് 2-ാമത്തെ അവകാശവാദം കാണുന്നത്. അത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളതാണ്. കൂടാരപ്പെരുന്നാളിനെ തുടർന്നു വരുന്ന കർത്താവിൻ്റെ പ്രഭാഷണമാണ് 12 മുതൽ 59 വാക്യങ്ങളിൽ വിവരിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.